യുദ്ധത്തിന്റെ 5-ാം ദിവസം പ്രഭാതം. ഭീഷ്മർ ഉണർന്നു. അന്നത്തെ യുദ്ധത്തിനു വേണ്ടി മകരവ്യൂഹമാണ് ഭീഷ്മർ ചമച്ചത്. അത് കണ്ട് അത്ഭുതപ്പെട്ട ഭീമസേനൻ മകരവ്യൂഹത്തിന് പ്രതിവിധിയായി ശ്വേനവ്യൂഹം ചമച്ചു. 2 സൈന്യങ്ങളും വാശിയോടെ പൊരുതുന്നു. 5-ാം ദിവസത്തെ യുദ്ധം മുൻ ദിവസങ്ങളിലെ യുദ്ധങ്ങളെക്കാൾ ഏറെ ഭയാനകമായിരുന്നു. ദുര്യോധനന്റെ അപേക്ഷ ഉൾക്കൊണ്ട് ഭീഷ്മരും ദ്രോണരും മറ്റു യോദ്ധാക്കളും അന്നത്തെ ദിവസം ഏറെ കരുത്തോടെ തന്നെ പൊരുതി മുന്നേറി. പാണ്ഡവന്മാരും ഓരോ മഹാരഥന്മാരെ ഓരോ ഇടങ്ങളിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യുന്നു. ശിഖണ്ഡിയെ മുന്നിൽ കണ്ട ഭീഷ്മർ പിൻവാങ്ങി. അത് കണ്ട ദ്രോണർ ശിഖണ്ഡിയോട് ഏറ്റുമുട്ടുന്നു. പിന്നെ ഭീഷ്മരും ഭീമസേനനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു. അപ്പോൾ അർജുനൻ ഭീമന്റെ സഹായത്തിനെത്തി. ജയദ്രഥൻ, കലിംഗരാജാവ്, ദുശാസനൻ മുതലായവർ വന്ന് പാണ്ഡവരോട് ഏറ്റുമുട്ടുന്നു. അർജുനൻ അവരെയെല്ലാം തടുത്തു നിർത്തി. ഭീഷ്മരുടെ അസ്ത്രങ്ങളൊക്കെ തടഞ്ഞു നിർത്തുവാൻ അർജുനന് കഴിഞ്ഞു.